ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പൊറാട്ടയാണ് കേട്ടോ. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തപ്പോൾ നമുക്ക് പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നെയ്യ് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ സാൾട്ട് 1/2 ടീസ്പൂൺ, ഷുഗർ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് മൈദ ആവശ്യമാണ്. അപ്പം ഞാനൊരു 500 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുട്ട കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മാവിലോട്ട് പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ കുഴച്ചു വെച്ച മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു മൂടി വെച്ച് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് ബോളാക്കി എടുക്കണം. അതിനെ കുറച്ച് മാവ് എടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റിയിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് വെക്കാം. എടുത്ത് വെച്ച ബോളിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബോള് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല, അപ്പം തന്നെ പരത്തി എടുക്കുകയാണ്. കനം കുറവിലൊന്ന് പരത്തി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എല്ലാതും സെയിം ഇതുപോലെ തന്നെ പരത്തി അതിന് മുകളിൽ ഇത്തിരി ഓയിൽ പരട്ടി കൊടുത്തിട്ട് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ പരത്തി വെച്ചിരിക്കുന്നത് ഒരു 20 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് മൂടി വെക്കാം. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് ഹജീമിയാണ്. ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇനി ഈ അടിച്ചെടുത്തത് കയ്യിലെടുത്ത് റോളാക്കി ചുരുട്ടി എടുക്കണം. എന്നിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ നല്ല രീതിയിൽ എണ്ണ തടവി കൊടുത്ത് അടിച്ചെടുക്കണം. വീട്ടിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഈസിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 എണ്ണം ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേഗത്തിൽ തന്നെ പൊറാട്ടയാക്കാനായിട്ട് പരത്തി കൊടുക്കാം. റോളർ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ അല്പം നെയ്യ് തടവിയോ അല്ലെങ്കിൽ ഓയിൽ തടവിയോ നമ്മൾ പ്രസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് വേഗത്തിൽ തന്നെ ചുട്ടെടുക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള
പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ എണ്ണ അതിന് മുകളിലോട്ട് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് പൊറോട്ട വരും. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ പൊറോട്ട ചുട്ടെടുക്കുന്നത്. 2 ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലെയറായിട്ട് നമ്മുടെ പൊറോട്ട വരുന്നതായിട്ട് കാണാം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ നമ്മുടെ പൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.